ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലഞ്ച് മെനു ആണ്. എങ്ങനെയാണ് ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച് മെനു ഉണ്ടാക്കുന്നത് എന്നാണ് കാണുന്നത്. കോമ്പിനേഷൻ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് വേറൊരു ഉള്ളത് നമ്മൾ വാങ്ങിക്കുന്ന പുളിയോദര മിക്സ് ഇല്ലേ, അത് പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് വെച്ചാൽ ആ പുളിയോദര മിക്സ് പേസ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം ആ പ്രിപ്പറേഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ട് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പുളിയോദര ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഉപയോഗമായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ വരൂ, നമുക്കൊരു സിമ്പിൾ ലഞ്ച് മെനു കാണാം. അപ്പോൾ വരൂ, നമുക്ക് ഉണ്ടാക്കാം. പുളിയോദര പേസ്റ്റ് കൊണ്ട് പുളിയോദര എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്രിയയുടെ പുളിയോദര പേസ്റ്റാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാട്ടുള്ളൂ, നോ പ്രോബ്ലം. അപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിൽ ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓൾറെഡി ഈ പേസ്റ്റിലൊക്കെ എണ്ണ ഉണ്ടാവും, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. എന്നാലും നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് പുളിയോദരയൊക്കെ സൂപ്പറായിരിക്കും. ഞാനൊരു 3 വലിയ സ്പൂണ് പുളിയോദരയുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ആദ്യം തന്നെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. ബേസിക്കലി ഇതൊന്നും തന്നെ ആ ഇൻസ്ട്രക്ഷൻസിലൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് ടേസ്റ്റ് കൂട്ടാനുള്ള രീതിയിൽ ഉണ്ടാക്കി വന്നതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. സോ ഇത് നല്ല പോലെ വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് നല്ല പോലെ അതിനെ ഒരു കുറുകിയിട്ടുള്ള ഒരു ചാറ് പോലെ ആക്കിയെടുക്കും. നമ്മൾ എങ്ങനെയാണോ സാധാരണ രീതിയിൽ പുളിക്കാച്ചൽ ഉണ്ടാക്കുന്നത് അതുപോലെയുള്ള പുളിക്കാച്ചലായിട്ട് മാറും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചാറ് പോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ചോറിടാൻ പാടുള്ളൂ. അല്ലാതെ ആ ഇൻസ്ട്രക്ഷനിൽ തന്നിരിക്കുന്ന പോലെ പുളി അങ്ങോട്ട് പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് ആറിയിട്ടുള്ള ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പേസ്റ്റ് ഇടുന്നു, നല്ലപോലെ വറക്കുന്നു, എന്നിട്ട് ലേശം ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ ഒരു കുറുകിയിട്ടുള്ള ഒരു ചാറ് പോലെ ആക്കിയെടുക്കണം. അതിനുശേഷം ആറിയ ചോറിട്ടിട്ട് അതിലേക്ക് ഇളക്കുന്ന സമയത്ത് നമ്മുടെ പുളിയോദര സൂപ്പറായിരിക്കും. ഓക്കെ, പിന്നെ പുളിയോദരയൊക്കെ ആറി കഴിക്കണം. അതുകൊണ്ട് നേരത്തെ കാലത്തെ ഉണ്ടാക്കി വെച്ചോളൂ, സോ ദാറ്റ് അതൊന്ന് ആറി വരട്ടെ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക ഫ്രൈ ആണ്. കോവയ്ക്ക ഞാൻ നീളത്തിൽ ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസിന് മുറിക്കുന്ന പോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. വീണ്ടും പറയുന്നു, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ കോവയ്ക്കും കൂടി ഇട്ടിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ അതിൽ തന്നെ ഇട്ട് പുരട്ടി നല്ല പോലെ അങ്ങോട്ട് പുരട്ടിയെടുക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മസാലയൊക്കെ എണ്ണയിൽ താഴെ പോയി കിടക്കും. അപ്പോൾ ഇതാ നല്ല പോലെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഈ പുരട്ടിയെടുത്തതിനെ നേരെ നമ്മൾ അടുപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇത് മുഴുവനായിട്ട് അതിലേക്ക് ഇടുക. അതിലേക്ക് ഇട്ടിട്ട് അതങ്ങോട്ട് കിടന്ന് സിമ്മിൽ ആവേണ്ട സമയത്ത് ആവട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. അതല്ലാതെ ധൃതി കൂട്ടിയിട്ട് അതിനെ മൊരിച്ചെടുക്കണ്ട. അതിൻ്റേതായിട്ടുള്ള സമയമെടുത്ത് 15-20 മിനിറ്റ് എടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതങ്ങോട്ട് മൊരിഞ്ഞ് നല്ലപോലെ ആവട്ടെ. ഇതുപോലെ കുറേ സമയം, ഒരു 15-20-25 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആയി കിട്ടും. പിന്നെ എൻ്റെ അടുത്ത് ബാക്കി കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കസ്റ്റേർഡ് ഉണ്ടാക്കി. എൻ്റെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് ചിലവാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കസ്റ്റേർഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ ഞാൻ കസ്റ്റേർഡും ഉണ്ടാക്കി കറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. സോ ദാറ്റ് കുട്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ കണ്ണേട്ടനും എല്ലാവരും വേഗം എടുത്ത് കഴിച്ചോളൂ. എന്താ ഫ്രൂട്ട് എന്നൊന്നും പിന്നെ അവിടെ നോട്ടമില്ല. ഞാൻ എൻ്റെ അടുത്ത് ബാക്കിയുള്ള അരിയും കഷ്ണമായിട്ടുള്ള എല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ലഞ്ചിന് റെഡിയായി. അപ്പോൾ പുളിയോദരൈ, പൊട്ടാറ്റോ ചിപ്സ്, കോവയ്ക്ക ഫ്രൈ. ഇത് കണ്ടോ, കോവിൽ പുളിയോദര പോലെ വരുന്നത്. ഇങ്ങനെ ഉള്ള രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുളിയോദരയാവും. എപ്പോഴും പുളിയോദരയൊക്കെ ആറി കഴിക്കണം. അപ്പോഴേ രുചി വരും. ഇപ്പോഴുണ്ട് ഇരുന്ന് കഴിക്കട്ടെ. ജസ്റ്റ് എടുത്തപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി. ഓക്കെ, ഉണ്ടാക്കി നോക്കുന്നു വിചാരിക്കുന്നു, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം വേറൊരു റെസിപ്പിയുമായി. Vieni
kitchen.